എറണാകുളം കാളമുക്കിൽ അംഗപരിമിത താമസിക്കുന്ന വീട് ജപ്തി ചെയ്തതായി പരാതി. മാളിയം വീട്ടിൽ ട്രീസയെയും കുടുംബത്തെയുമാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം വീട്ടിൽ നിന്നിറക്കിവിട്ടത്. 2019 മണപ്പുറം ഫിനാൻസിൽ നിന്ന് ട്രീസ 5.5 ലക്ഷം രൂപ ലോൺ എടുത്തത്. ട്രീസയെയും അംഗപരിമിതിയുള്ള മകൾ ഷിനിയെയും 7 വയസ്സുള്ള മകനെയുമാണ് ഇറക്കിവിട്ടത്. 2019 ലോൺ എടുത്തതാണ്. 2024 വരെ അടച്ചു കൊടുത്തു. പിന്നെ അത് പറ്റാണ്ടായി. 2 ദിവസം അവധിയാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് അവർ വന്ന് ഇവിടെ അമ്മയും വേറെ ആരുമില്ല, ഞാനും കൊച്ചും മാത്രമേ ഉള്ളൂ ഇവിടെ. ഇന്ന് അവർ സെയിൽ വെച്ചിട്ട് പോയേക്കുന്നത്. അവർ എന്താണ് ഇക്കാര്യത്തിൽ ബാങ്ക് അധികൃതർ പറയുന്നത്? ഇതിൽ എന്താണ് ഇനി ചെയ്യാൻ സാധിക്കുന്നത്? സ്വാതി, മണപ്പുറം ഫൈനാൻസ് ആണ് ഇത്തരത്തിലൊരു ജപ്തി നടപടിയുമായി മുന്നോട്ട് പോയത്. 2 മാസം മുൻപ് ഇത്തരത്തിൽ കുടുംബത്തിന് ഇത്തരത്തിലൊരു വാർണിംഗ് നൽകിയിരുന്നു. അതായത് മുഴുവൻ തുകയും തിരിച്ചടച്ചില്ലെങ്കിൽ ജപ്തി നടപടി എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് ഇത്തരത്തിൽ 2024 തന്നെ ആശുപത്രി ചെലവുകൾ കൂടി വന്നതിനാൽ ലോൺ അടവ് മുടങ്ങുകയും പിന്നീട് പലിശയടക്കം ഇവർക്ക് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ട്രീസയുടെ വീട്ടിലേക്ക് വന്ന് ജപ്തി നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് ഫൈനാൻസ് അറിയിച്ചത്. എന്നാൽ ആ സമയത്ത് കുറച്ച് തുക എന്തെങ്കിലും തന്ന് ജപ്തി നടപടി ഒഴിവാക്കാൻ കഴിയുമോ എന്ന് ട്രീസ ബാങ്കിനോട് ഫൈനാൻസിനോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അത് സമ്മതിക്കാതെ 3 ലക്ഷം രൂപയെങ്കിലും മിനിമം തുക അടയ്ക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഫൈനാൻസ് പ്രതികരിച്ചത്. ഇന്ന് ഏകദേശം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ട്രീസയുടെ മകൾ അംഗവൈകല്യമുള്ള ഷിനിയെയും 7 വയസ്സുള്ള മകൻ ആരോണിനെയും ട്രീസയെയും കുടുംബത്തിൽ നിന്ന് ഫൈനാൻസ് വന്ന് ഇറക്കി വിടുന്നത്. ട്രീസ ഒരു ഹോട്ടലിൽ പാചകം ചെയ്താണ് ഇത്തരത്തിൽ കുടുംബം പോറ്റിയിരുന്നത്. പിന്നീട് ആ ഹോട്ടൽ അടയ്ക്കുകയും ജോലിയില്ലാതെ വരികയും ചെയ്ത സാഹചര്യത്തിലാണ് തിരിച്ചടവ് മുടങ്ങുകയും പിന്നീട് അത് പലിശ മാത്രം കൂടി വലിയ തുകയിലേക്ക് പോവുകയും അത് തിരിച്ചടയ്ക്കാനുള്ള ഒരു സാധ്യത ഇല്ലാതിരിക്കുകയും ചെയ്തത്. അത്തരത്തിലാണ് ഇപ്പോൾ ഇനി എങ്ങോട്ട് പോകുമെന്നറിയാത്ത ആശങ്കയിലാണ് ആ കുടുംബം ഇപ്പോൾ ഉള്ളത്. സ്വാതി. ശരി, ഷീന, എറണാകുളം കാളമുക്കിലാണ് അംഗപരിമിത താമസിക്കുന്ന വീട് ജപ്തി ചെയ്തതായി പരാതി. മാളിയം വീട്ടിൽ ട്രീസയെയും കുടുംബത്തെയുമാണ് സ്വകാര്യ പണമിടപാട് സ്ഥാപനം അത്തരത്തിൽ ജപ്തി ചെയ്തു എന്നുള്ള പരാതി വരുന്നത്.